വടക്കൻ പറവൂർ നന്ദ്യാട്ടുകുന്നം തോന്നിയകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി 13 മുതൽ 19 വരെയാണ് നടക്കുന്നത്. ജില്ലയിലെ ഏതാനും ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നുവരുന്ന മൂടിയേറ്റ് എന്ന ചടങ്ങ് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂടിയേറ്റിനെ സംബന്ധിച്ച് ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി MS രാജേഷ്, KN വിശ്വനാഥൻ, MG നന്ദകുമാർ എന്നിവർ വിശദീകരിക്കുന്നു. പറവൂരിലെ അതിപുരാതനമായ തോന്നിയകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 13 കുംഭം 1 ക്ഷേത്ര ആചാരങ്ങളിലൊന്നായിട്ടുള്ള മുടിയേറ്റ് നടക്കുകയാണ്. കേരളത്തിൽ തന്നെ ചില അപൂർവ ക്ഷേത്രങ്ങൾ മാത്രം നടന്നു വരുന്ന കലാരൂപമാണ് മുടിയേറ്റ്. പുരാതനമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്തരം ചടങ്ങ് നടക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഏതാണ്ട് 4-3 ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുടിയേറ്റ് നടന്നു വരുന്നത്. വളരെ ക്ഷേത്ര ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് ദൈവികമായ ചടങ്ങാണ് മുടിയേറ്റ്. മുടിയേറ്റ് സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളിൽ ഒന്നുകൂടിയാണ് മുടിയേറ്റ്. അത് തോന്നിയകാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കുംഭം 1 വളരെ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചു വരികയാണ്. മുടിയേറ്റിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കാളി ദാരിക യുദ്ധത്തിന്റെ അവതരണമാണ്. ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയ ദാരികൻ സ്ത്രീകളാൽ മാത്രം വധിക്കപ്പെടുകയുള്ളൂ എന്നുള്ള വരം നേടുകയും അതിന്റെ ഭാഗമായി ലോകങ്ങൾ കീഴടക്കുകയും ദേവന്മാരെ മുഴുവൻ ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ അതിൽ പ്രയാസമുണ്ട നാരദന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കോപിഷ്ഠനായ പരമശിവൻ അത്തരത്തിൽ ഒരു അദ്ദേഹത്തിന്റെ തൃക്കണിൽ നിന്ന് പിറവി കൊണ്ടതാണ് കാളി എന്ന ഉഗ്രരൂപം. അത് ദാരികനെ വധിക്കുകയും ദാരികന്റെ വധത്താൽ നടക്കുന്ന കാളി ഉൽപ്പത്തി മുതൽ ദാരിക വധം വരെ നീണ്ടു നിൽക്കുന്ന മുടിയേറ്റ് ആചാരമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. അത് ഏതാണ്ട് കാളി യാമത്തിൽ രാത്രി 12 മണിക്കാണ് ഇത് ആരംഭിക്കുന്നത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് മുൻപ് ഈ മുടിയേറ്റിന് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ക്ഷേത്രത്തിനകത്ത് കളമെഴുത്തും പാട്ടും, കാളി പൂജയുമായി ബന്ധപ്പെട്ട കളമെഴുത്തും പാട്ടും നടക്കുകയും അതിനുശേഷം കാളി ദാരിക നിഗ്രഹത്തിന് ശേഷം കളം മായ്ക്കുന്ന ചടങ്ങുകളും നടക്കുന്നുണ്ട്. അതിന്റെ വാദ്യമേളങ്ങൾ, വ്യത്യസ്തമായ വാദ്യമേളങ്ങളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നത്. മുടിയേറ്റുമായി ബന്ധപ്പെട്ട വാദ്യമേളങ്ങൾ ഏറ്റവും പ്രസക്തമാണ്. അത് വൈദഗ്ധ്യം നേടിയ കലാകാരന്മാർക്ക് മാത്രമാണ് അത് ചെയ്യാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഏതാണ്ട് പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിനകത്ത് നിന്നുകൊണ്ട് കാളി പുറപ്പാട് ആരംഭിക്കുകയാണ്. അതാണ് മുടിയേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായി നടക്കുന്നത്. കാളി പുറപ്പാട് ആരംഭിച്ച് ക്ഷേത്രത്തിന് വലം വെച്ച് ദാരികനുമായി ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിച്ച് യുദ്ധം നടക്കുകയും അതിലൂടെ ദാരികനെ വധിക്കുകയും ചെയ്യുന്നതാണ് മുടിയേറ്റിന്റെ അവസാനം നടക്കുന്നത്. അതിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകൾ ഈ ഭക്തജനങ്ങളെ മുഴുവൻ കാളി വേഷധാരി അനുഗ്രഹിക്കുകയും അതിന് ഈ പ്രദേശത്തിന്റെ നന്മയ്ക്കായും ഈ പ്രദേശത്തെ വിദൂരത്തിനുമായിട്ടുള്ള പ്രാർത്ഥനകളും എല്ലാം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അത്തരം വലിയ ചടങ്ങാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ പ്രദേശത്ത് മുഴുവൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. പുറത്തുനിന്ന് പോലും ഇത്തരം ചടങ്ങുകൾക്ക് പങ്കെടുക്കാനായി ധാരാളം ആളുകൾ വന്നു ചേരുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഏറ്റവും നല്ല രീതിയിൽ അത് ദർശിക്കുന്നതിനും അതിന്റെ ഭാഗമായി മാറുന്നതിനും ഭഗവതിയുടെ അനുഗ്രഹം നേടുന്നതിനും വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്.